കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $4,330 പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ $4,219 പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണി നീക്കങ്ങളെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട്. ഈ ആഴ്ചയിൽ ബുധനാഴ്ച വരാനിരിക്കുന്ന ഫെഡറൽ റിസർവിൻ്റെ മോണിറ്ററി പോളിസി ഡിസിഷൻ വിപണിക്ക് പ്രധാനമാണ്. ഇപ്പോൾ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് 14,630, തൃശ്ശൂർ എറണാകുളം 14,660 എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത്. എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം. ഇന്ന് വിലമാറ്റം ഇല്ല. ഇന്ന് 14,6,2026, പവന് 1,09,320, ഗ്രാമിന് 13,665. വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണി നീക്കങ്ങളെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ 24% വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും 39% മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ 12%, 49% സ്വർണ്ണവില കുറയും അഭിപ്രായപ്പെട്ടു. 64%, 12% ന്യൂട്രലായി തുടരുകയും ചെയ്തു. വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ അടുത്തയാഴ്ചയിൽ സ്വർണം വലിയ മാറ്റമില്ലാതെ തുടരുമെന്നാണ് വാൾ സ്ട്രീറ്റ് വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. എന്നാൽ മെയിൻ സ്ട്രീറ്റിൽ നേരിയ ഭൂരിപക്ഷം ആളുകൾ വരും ആഴ്ചയിൽ ഇറക്കം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നിലവിലെ സാഹചര്യങ്ങളിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇറാൻ US കരാർ ധാരണയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കുറിച്ചു. പലതവണ കേട്ട കരാർ വാർത്തകളിൽ ഈ തവണ പ്രതീക്ഷയേറെയാണ്. കരാർ നടപ്പിലായാൽ വിപണിയിൽ കയറ്റം പ്രതീക്ഷിക്കാം. എങ്കിലും 1-2 തവണയല്ല നമ്മൾ കരാർ ഉടൻ എന്ന വാർത്ത കേട്ടത്. കരാർ നടപ്പിലായി എന്ന വിശ്വാസയോഗ്യമായ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാതെ മാർഗമില്ല. ഇപ്പോഴും എന്താകുമെന്ന ആശങ്ക ബാക്കിയാണ്. അടുത്തയാഴ്ചയിലെ നീക്കങ്ങൾ ഈ കരാറിനെ അടിസ്ഥാനമാക്കിയായിരിക്കുമെന്ന് സൂചിപ്പിക്കുകയാണ്. എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.